गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रीभगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययम् विवस्वन्मनवे प्राह मनुरिक्ष्वाकवे ब्रवीद। एवं परम्परा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्टः परन्तप। स एवायं मया तेद्य योगप्रोक्तः पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्। अर्जुन उवाच अपरं भवतो जन्म परं जन्म विवस्वतः कथमेतद्विजानीयां त्वमादौ प्रोक्तवानिति। श्रीभगवानुवाच बहूनि मे व्यतीतानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेत्थः परन्तप। अजोऽपि सन्नव्ययात्मा भूतानामीश्वरोऽपि सन् प्रकृतिं स्वामधिष्ठाय सम्भवाम्यात्ममायया। यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्। परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे। जन्म कर्म च मे दिव्यम् एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। वीतरागभयक्रोधाः मन्मया मामुपाश्रिताः बहवो ज्ञानतपसा भूता मद्भावमागताः। ये यथा मां प्रपद्यन्ते तांस्तथैव भजाम्यहम्। मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः काङ्क्षन्तः कर्मणां सिद्धिं यजन्त इह देवताः। क्षिप्रं हि मानुषे लोके सिद्धिर्भवति कर्मजा। चातुर्वर्ण्यं मया सृष्टं गुणकर्मविभागशः तस्य कर्तारमपि मां विद्य कर्तारमव्ययम्। न मां कर्माणि लिम्पन्ते न मे कर्मफले स्पृहा इति मां योऽभिजानाति कर्मभिर्न स बध्यते। न अहं कर्ता न मे कर्मफले स्पृहा। न अहं कर्ता न मे कर्मफले സ്പൃഹ. അത് ശ്ലോകത്തെ ബന്ധപ്പെടുത്തുകയാണ്. അടുത്ത ശ്ലോകത്തെ ബന്ധപ്പെടുത്തുകയാണ്. അടുത്ത ശ്ലോകം ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ എന്നുള്ളതാണ്. ഇപ്രകാരം അറിഞ്ഞിട്ട് പൂർവികരായ മുമുക്ഷുക്കളാൽ കർമ്മം ചെയ്യപ്പെട്ടു എന്നാണ് ശ്ലോകം.
അതിനെ ബന്ധപ്പെടുത്തുകയാണ്. ന അഹം കർത്ത ന മേ കർമ്മഫലേ സ്പൃഹ ഇത്യേവം ജ്ഞാത്വ എന്ന് വായിക്കണം. ഞാൻ കർത്താവല്ല, എനിക്കൊട്ട് കർമ്മഫലങ്ങളിൽ താല്പര്യവും ഇല്ല, ആഗ്രഹവും ഇല്ല. ഈ അറിവോടുകൂടിയാണ് പൂർവികന്മാരായ മുമുക്ഷുക്കൾ ചെയ്തത് എന്ന് പറയുകയാണ്. ഇവിടെ വൈദികങ്ങളായ കർമാചരണങ്ങൾക്ക് ഫലം ശാസ്ത്രത്തിൽ നിരൂപണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് 3 പ്രകാരത്തിലാണ്. ഒന്ന്, ശാസ്ത്രീയമായി സകാമമായി ചെയ്താൽ. 2, ശാസ്ത്രീയമായി നിഷ്കാമമായി ചെയ്താൽ. 3, അശാസ്ത്രീയമായി ചെയ്താൽ. അപ്പോൾ സകാമമായി ശാസ്ത്രീയമായി പ്രവർത്തിച്ചാൽ അതത് കാമപ്രാപ്തിയാണ് ഋഷിമാർ പറയുന്ന ഫലം. കാമന പാടില്ല, സകാമമായി ചെയ്യരുത് എന്നുള്ള വിഡ്ഢിത്തൊന്നും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല. ആഗ്രഹമുള്ളവർ ആഗ്രഹമുണ്ടെന്ന് അംഗീകരിക്കണം. എന്താ തെറ്റ്? ആഗ്രഹം ഉണ്ടാവുന്നത് കുറ്റമാണോ? എന്താ എല്ലാവരും നിഷ്കാമന്മാരാണോ? അല്ല. അപ്പം ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശാസ്ത്രീയമായി പ്രവർത്തിച്ചാൽ അതത് കാമപ്രാപ്തി. ശാസ്ത്രീയമായി നിഷ്കാമമായി പ്രവർത്തിച്ചാൽ ചിത്തശുദ്ധി, അന്ധകരണത്തിൻ്റെ പരിശുദ്ധി. അശാസ്ത്രീയമായി ചെയ്താൽ അധോഗതി. അധോഗതി എന്ന് പറഞ്ഞാൽ നരകാദി ലോകപ്രാപ്തി വരെ ആവാം. ഇങ്ങനെയാണ് 3 പ്രകാരത്തിലുള്ള. എല്ലാം ഒന്ന് ഇട്ടാൽ മതി. എന്നാൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാരിടില്ലല്ലോ. എല്ലാം ആദ്യം ഇട്ട് വെച്ചാൽ ഈ പ്രശ്നം വരില്ലല്ലോ. ഇപ്പം ശാസ്ത്രീയവും സകാമവുമായ കർമ്മങ്ങൾക്ക് അതത് കാമപ്രാപ്തി. ശാസ്ത്രീയമായി നിഷ്കാമമായി ചെയ്താൽ നിശ്ചയമായും അന്ധകരണ ശുദ്ധി. അശാസ്ത്രീയമായി ചെയ്താൽ അത് സകാമമായാലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, അധോഗതി. ഇതാണ് വളരെ വിചാരം ചെയ്ത് കർമ്മഫലം എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്നതിനെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ വേദാന്തിക്കോ പൂർവമീമാംസകനോ വിസമ്മതിയില്ല, വിഭിന്ന അഭിപ്രായങ്ങളില്ല, ഒരേ അഭിപ്രായമാണ്. എല്ലാ മീമാംസകന്മാർക്കും ഒരേ അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ കർത്താവല്ല, എനിക്ക് കർമ്മഫലത്തിൽ സ്പൃഹയില്ല, ആഗ്രഹമില്ല എന്ന കാഴ്ചപ്പാടോടുകൂടി പൂർവികന്മാരായ മുമുക്ഷുക്കൾ കർമ്മം ചെയ്തു. അതിലൂടെ അവർ ചിത്തശുദ്ധി നേടി, അതിലൂടെ ജ്ഞാനപ്രാപ്തിക്ക് അധികാരം നേടി, അതിലൂടെ ജ്ഞാനനിഷ്ഠയിൽ വിരാജിച്ചു എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതാണ് പറയണത്. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം.
ഏവം ജ്ഞാത്വ, ഏവം ഇപ്രകാരം, ജ്ഞാത്വ അറിഞ്ഞിട്ട്. എപ്രകാരം അറിഞ്ഞിട്ട്? നാഹം കർത്ത നമേ കർമ്മഫലേ സ്പൃഹ. അതെങ്ങനെയാ ഏവം എന്നുള്ളതിന് അങ്ങനെ അർത്ഥം പറയുക? അത് ഭാഷ്യകാരനല്ലേ പറഞ്ഞത്? അല്ല. തൊട്ട് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു നമം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി ഏവം ജ്ഞാത്വ. അതാണ് കർമ്മങ്ങൾ എന്നെ ലേപനം ചെയ്യുന്നില്ല, എനിക്ക് കർമ്മഫലത്തിലോട്ട് സ്പൃഹയുമില്ല. ഏവം ജ്ഞാത്വ കൃതം കർമ്മ, കർമ്മം ചെയ്യപ്പെട്ടു. ആരാൽ? പൂർവൈരപി മുമുക്ഷുഭിഹി, പൂർവികന്മാരായ മുമുക്ഷുക്കളാൽ. മുമുക്ഷു മോക്ഷയിച്ചു. മോക്ഷയിച്ചുക്കളായിട്ടുള്ളവർ, അവരിൽ നിന്ന് കർമ്മങ്ങൾ അടർന്നു പോയവർ സന്യാസനിഷ്ഠയിൽ കഴിഞ്ഞു. കർമ്മങ്ങൾ കൊഴിഞ്ഞു പോയവർ സന്യാസനിഷ്ഠയിൽ കഴിഞ്ഞു. അല്ലാതുള്ളവർ വിഹിത കർമ്മങ്ങളെ നിഷ്കാമമായി അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാഃ ജനകാദയഃ എന്ന് പറഞ്ഞിരുന്നു. 3-ാം അധ്യായത്തിൽ അല്ലേ? കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ. ജനകൻ തുടങ്ങിയവര് കർമ്മങ്ങളെ കൊണ്ട് തന്നെ സിദ്ധിയിൽ ഉറച്ചിരുന്നവരാണ്. അവിടെ 2 രീതിയിൽ ഭഗവാൻ ഭാഷ്യകാരൻ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ജനകൻ തുടങ്ങിയവർ ജ്ഞാനികളായിരുന്നോ അല്ലയോ? നമുക്കറിയോ? ജനകൻ ജ്ഞാനിയാണെന്നോ അല്ലെന്നോ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് രണ്ടും അറിയില്ല. ലോകത്തിൽ മറ്റൊരാളെക്കുറിച്ച് അയാൾ ജ്ഞാനിയാണോ അല്ലയോ നമുക്കറിയില്ല. അവനവനെ കുറിച്ചേ അറിയാൻ പറ്റൂ, ലോകത്ത് വേറെ ഒരാളെക്കുറിച്ചും അറിയാൻ പറ്റില്ല. അപ്പം ജനകൻ തുടങ്ങിയവർ ജ്ഞാനിയായിരുന്നോ അല്ലയോ എന്ന ചോദ്യത്തിന് 2 മറുപടിയാണ്. 1 ആയിരിക്കാം, 2 അല്ലായിരിക്കാം. അഥവാ അവർ ജ്ഞാനികളായിരുന്നെങ്കിൽ അവർക്കൊരു കർമ്മം ചെയ്യേണ്ടതില്ല. എന്നിട്ടും ലോകത്തിന് മുമ്പിൽ പ്രാരബ്ധവശാൽ ഒരു മാതൃകാ പ്രദർശനത്തിന് വേണ്ടി ശിഷ്യന്മാർക്ക് ഉപദേശിക്കാൻ വേണ്ടിയോ ലോകർക്ക് മുമ്പിൽ മാതൃക കാണിക്കാൻ വേണ്ടിയോ അവർ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ കഴിഞ്ഞു. രണ്ടാമത്തെ സാധ്യത, അവർ ജ്ഞാനികളായിരുന്നില്ല. ജനകൻ, അശ്വപതി തുടങ്ങിയവർ ജ്ഞാനികളായിരുന്നില്ല. അങ്ങനെയും വരാലോ, അജ്ഞാനികളായിരുന്നു. അവർ അജ്ഞാനികളാണെന്നും പറയാൻ പാടില്ല, മഹാപാപാതൊന്നും പറഞ്ഞേക്കരുത്. ശാസ്ത്രത്തിൽ വിചാരം ചെയ്യുമ്പോൾ വിവിധ സാധ്യതകളെ നമുക്ക് ചിന്തയ്ക്ക് വിഷയമാക്കാം. അപ്പോൾ അവർ ജ്ഞാനികളല്ലായിരുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അവർ ചിത്തശുദ്ധിയർത്ഥം നിഷ്കാമഭാവത്തിൽ ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മങ്ങളെ ചെയ്തു എന്ന് മനസ്സിലാക്കണം. ഇതാണ് 3-ാം അധ്യായത്തിൽ കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാഃ ജനകാദയഃ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അവർ അജ്ഞാനികളായിരുന്നു എന്ന പക്ഷം എടുക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് അവർ പ്രവർത്തിച്ചു. എങ്ങനെ പ്രവർത്തിച്ചു? നിഷ്കാമമായി പ്രവർത്തിച്ചു. അപ്പോൾ ശാസ്ത്രീയവും നിഷ്കാമവുമായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് ചിത്തശുദ്ധി തുടങ്ങിയ ഫലങ്ങളെ അവർ നേടിയെന്ന് വ്യാഖ്യാനിക്കണം. അപ്പോൾ പ്രശ്നമല്ല. അത് ഞാൻ ഇവിടെയും പറഞ്ഞത്. പൂർവൈരപി മുമുക്ഷുഭിഹി, പൂർവികൈഹി അഭി, പൂർവികന്മാരാലും, വേണമെങ്കിൽ അവിടെ ക്ഷത്രിയൈഹി എന്ന് പറയാം, രാജർഷിഭിഹി എന്ന് പറയാം. കാരണം അർജുനന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന എന്ത് പദവും അവിടെ പറയാം. ഇപ്പം പൂർവികന്മാരായ മുമുക്ഷുക്കളാലും കർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടോ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കുരുകർമ്മൈവ തസ്മാത്വം, നീയും കർമ്മം ചെയ്യൂ. എങ്ങനെ ചെയ്യണം? ഈ ജ്ഞാനത്തോടു കൂടി ചെയ്യണം. ഫലത്തെ ആഗ്രഹമില്ലാതെ ശാസ്ത്രീയമായി നീയും ചെയ്യണം. കർമ്മയോഗം എന്ന നിലയ്ക്ക് നീയും കർമ്മം ചെയ്യണം. എന്തിനാ ഭഗവാനെ എന്നെ കൊണ്ട് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? നീ കർമ്മത്തെ ത്യജിക്കാൻ ഇപ്പം അധികാരിയായിട്ടില്ല.
കുരു കർമ്മൈവ തസ്മാത്. ശ്രീരാമഗീതയിൽ വളരെ വ്യക്തമായി വിവേചനം ചെയ്ത് എപ്പോഴാണ് കർമ്മത്യാഗത്തിന് അധികാരം എന്ന് ഉപദേശിക്കുന്നത്. യാവച്ഛരീരാദിഷു മായയാത്മധി താവത് വിധേയോ വിധിവാദ കർമ്മണം നേതീതി വാക്യൈരഖിലം നിഷിധ്യതത് ജ്ഞാത്വാ പരാത്മാനമഥ ത്യജേത് ക്രിയാഹ. അത്ര സ്പഷ്ടമായിട്ട് നമുക്കിനി ഇതിൽ പരവും സ്പഷ്ടമായിട്ട് ആവശ്യമില്ല. യാവച്ഛരീരാദിഷു മായയാത്മധി, എത്ര കാലം വരെ അജ്ഞാനം കൊണ്ട് ശരീരം തുടങ്ങിയ ഉപാധികളിൽ ഞാനെന്ന ബുദ്ധി നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം താവത് വിധേയ വിധിവാദ കർമ്മണ, അത്രയും കാലം വിധിവാദ കർമ്മങ്ങൾക്ക് വിധേയനാണ്. വേദം നിഷ്കർഷിക്കുന്ന കർമ്മങ്ങളെ ചെയ്യുക തന്നെ വേണം, സന്യസിക്കരുത്. പിന്നീട് നേതീതി വാക്യൈരഖിലം നിഷിധ്യ, നേതി നേതി തുടങ്ങിയ വാക്യങ്ങളെ കൊണ്ട് ശരീര ഇന്ദ്രിയ പ്രാണ മനോ ബുദ്ധികളിലുള്ള ഞാൻ എന്ന ബോധത്തെ നിഷേധിച്ചു. ബൗദ്ധികമായി പരമാത്മാവിനെ അറിഞ്ഞിട്ട്, സർവാധിഷ്ഠാനമായി പരമാത്മതത്വമുണ്ട് എന്നറിഞ്ഞിട്ട് ത്യജേത് ക്രിയ, ക്രിയകൾ ഉപേക്ഷിച്ചോളൂ. അവിടെ ക്രിയകൾ ഉപേക്ഷിതങ്ങളാകും. തേന ത്യക്തേന ഭുഞ്ജീതാഹ എന്നുള്ളത് അവിടെ വരും. അതുകൊണ്ട് ഹേ അർജുന കുരു കർമ്മൈവ തസ്മാത്, നീ അതുകൊണ്ട് നിന്റെ പണിയെടുക്കുക. നീ നിന്റെ പണിയെടുക്കുക. പൂർവൈഹി, പൂർവതരം കൃതം, ഇത് പുതുതായിട്ടുള്ളതൊന്നും അല്ല. പണ്ടേ പൂർവൈഹി പൂർവികൈഹി പൂർവതരം കൃതം, പണ്ടുള്ളവരാൽ ചെയ്യപ്പെട്ടതാണിത്. അതുപോലെ നീയും ചെയ്യൂ. പൂർവികന്മാർ നമുക്ക് മാർഗം കാണിച്ചു തന്നതാണ്. സാധുക്കൾ എപ്പോഴും അവർ ശ്രേഷ്ഠമായി ആചരിക്കുക മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് മാർഗദീപങ്ങളാവുക കൂടിയാണ്. അത് നമ്മളെല്ലാവരും ഓർമ്മിക്കണം. ഓരോ തലമുറയിലുമുള്ളവർ സ്വയം സത്കർമ്മം ചെയ്യുക മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് മാർഗദീപമാവുക കൂടിയാണ്. അതുകൊണ്ട് പൂർവികർ ചെയ്തതിനെ നീയും അനുവർത്തിച്ചാലും. നോക്കൂ, ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈഹി അപി അതിക്രാന്തൈഹി മുമുക്ഷുഭിഹി കുരു തേന കർമ്മ ഏവ ത്വം ന തൂഷ്ണീം ആസനം ന അപി സന്യാസഃ കർത്തവ്യഃ. തസ്മാത് ത്വം പൂർവൈഹി അപി അനുഷ്ഠിതത്വാത് യദി അനാത്മജ്ഞഃ ത്വം തദാ ആത്മശുദ്ധ്യർത്ഥം തത്വവിധി ചേത് ലോകസംഗ്രഹാർത്ഥം പൂർവൈഹി ജനകാദിഭിഃ പൂർവതരം കൃതം ന അധുനാതനം കൃതം നിർവർത്തിതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈഹി അപി അതിക്രാന്തൈഃ മുമുക്ഷുഭിഃ കുരു തേന കർമ്മ ഏവ ത്വം ന തൂഷ്ണീം ആസനം ന അപി സന്യാസഃ കർത്തവ്യഃ. തസ്മാത് ത്വം പൂർവൈഹി അപി അനുഷ്ഠിതത്വാത് യദി അനാത്മജ്ഞഃ ത്വം തദാ ആത്മശുദ്ധ്യർത്ഥം തത്വവിധി ചേത് ലോകസംഗ്രഹാർത്ഥം പൂർവൈഹി ജനകാദിഭിഃ പൂർവതരം കൃതം ന അധുനാതനം കൃതം നിർവർത്തിതം. ഭാഷ്യകാരൻ പറയുകയാണ്, ഇപ്രകാരം അറിഞ്ഞിട്ട് പൂർവികന്മാരാലും അതിക്രാന്തൈഹി എന്നാണ്. പൂർവൈ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞത് അതിക്രാന്തൈഹി, കടന്നുപോയവരാൽ, അതിക്രമിച്ചു പോയവരാൽ, കഴിഞ്ഞ മുൻ തലമുറകളാൽ, അങ്ങനെയുള്ള മുമുക്ഷുക്കളാലും ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീയും ചെയ്യൂ.
ന തൂഷ്ണീം ആസനം നാപി സന്യാസ കർത്തവ്യ. അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നുണ്ട്? വെറുതെ ഇരിക്കരുത്, മടിയനായിട്ട് മന്ദനായിട്ട് ഇരിക്കരുത്. ഒട്ടും സന്യസിക്കാനും പാടില്ല. സന്യാസ ന കർത്തവ്യ ത്വയ. സന്യാസം നിന്നാൽ കർത്തവ്യമല്ല, നീ അതിന് അധികാരിയില്ല. അധികാരം എല്ലാ തളപ്പണിക്ക് പോവരുത്. കല്യാണം കഴിക്കുന്നതാണോ സന്യസിക്കുന്നതാണോ നല്ലത്? എന്താ മറുപടി? ഏതാണോ അവനവൻ അധികാരം അതാ നല്ലത്. സന്യസിക്കാൻ യോഗ്യൻ സന്യസിക്കണം. ഇത് എത്ര പേർക്ക് മക്കളോട് ചോദിക്കാൻ അധികാരമുണ്ട്, ധൈര്യമുണ്ട്? മക്കളെ നീ സന്യസിക്കണോ അല്ല കല്യാണം കഴിക്കണമെന്ന്? അങ്ങനെ ചോദിച്ച ആളെ കുറിച്ച് നമുക്കറിയാം. നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളുണ്ടായിരുന്നു, വളരെ അടുപ്പമുള്ള, ഇവിടെ എപ്പോഴും വരുമായിരുന്നു. വലിയ സംസ്കൃത വിദ്വാനായിരുന്നു അദ്ദേഹം. 1930 കാലത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്. അന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്താ സ്ഥിതി? 1930 അത് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ നീ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പോൾ MA ആയല്ലോ, നീ സന്യസിക്കുന്നുണ്ടോ അതൊക്കെ കല്യാണം കഴിക്കുന്നുണ്ടോ, ഏതാവും നീ തീരുമാനിച്ചു. അപ്പോൾ അച്ഛനാരാ? അച്ഛൻ്റെ വലുപ്പത്തിലെന്ന് ആലോചിച്ച് നോക്കൂ. മകനും വലിയ ആളാ. മകൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരാഴ്ച സമയം തരണം, ഒരാഴ്ച സമയം. ഒരാഴ്ച പൂർത്തിയായപ്പോൾ മകൻ പറഞ്ഞു, ഞാൻ സന്യസിക്കാൻ അധികാരി ആയിട്ടില്ല, അതുകൊണ്ട് കല്യാണം കഴിക്കാം. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ചു. അദ്ദേഹം കല്യാണം കഴിച്ചത് നമ്മളെ ഡോക്ടർ മാധവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ ചേച്ചിയാണ്. ഒരു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനായിരുന്ന ഡോക്ടർ മാധവൻകുട്ടിയുടെ ചേച്ചിയാണ്. ഒന്നും കഥ പറയല്ല. അപ്പോൾ അച്ഛനത്ര വലിയ ആളാ, മോനത്ര വലിയ ആളാ. ചാടി പിടിച്ചെനിക്ക് സന്യസിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? ഞാൻ സന്യസിക്കാനായിട്ടില്ല. അർജുന നീ ഇപ്പോൾ സന്യസിക്കാനൊന്നും ആയിട്ടില്ല. എന്നാൽ സന്യാസ കർത്തവ്യ. സന്യാസത്തിനൊന്നും പോകണ്ട, അപകടമാണ്. അർജുന സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ? ഉണ്ടല്ലോ. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഗുരുക്കന്മാരെയൊക്കെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് ചിലരുടെ വിചാരതാ മറ്റെല്ലാത്തിനും ഒഴിഞ്ഞു മാറാനുള്ള പരിപാടിയാണ് സന്യാസം. എന്നാൽ പിന്നെ പണിയൊന്നുമില്ല, വെറുതെ ഒരു പണിയെടുക്കാണ്ട് മേലനങ്ങാണ്ട് ഇരിക്കാം. അതാണ്. പോയി നോക്കുമ്പോഴല്ലേ മനസ്സിലാവും ഇത് അങ്ങനെയല്ല പരിപാടി എന്നുള്ളത്. അവിടെ നീ 11 പുറപ്പെടണ്ട. അതാണ്. നാം മടിയനായിട്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള നിൻ്റെ ഇരുത്തം വളരെ ദോഷമാണ്. പമ്പും പില്ലും താഴെ വെച്ചിരിക്കുക, അത് പറ്റില്ല. മര്യാദയ്ക്ക് അത് എടുക്ക്, ചെയ്യാനുള്ള പണി ചെയ്യും. അതാണ്. തസ്മാത്വം പൂർവൈഹി അപി അനുഷ്ഠിതത്വാത്. പൂർവികന്മാരായ ശ്രേഷ്ഠന്മാരാൽ അനുഷ്ഠിക്കപ്പെട്ടതായതുകൊണ്ട് നീ കർമ്മം ചെയ്യണം. അപ്പോൾ എങ്ങനെ കർമ്മം ചെയ്യണം? അവിടെ 2 സാധ്യതയാണുള്ളത്. ഒന്നുകിൽ അർജുനൻ അജ്ഞാനിയായിരിക്കണം, അല്ലെങ്കിൽ അർജുനൻ ജ്ഞാനിയായിരിക്കണം. ഭഗവാൻ അറിയാം അർജുനൻ ആരാന്ന്. അറിയില്ലേ? അർജുനൻ അജ്ഞാനിയാണെന്ന് ഭഗവാൻ അറിയില്ലേ? അസലായിട്ട് അറിയാം. പക്ഷെ അർജുനൻ വിചാരിക്കുകയാണ് ഞാൻ ജ്ഞാനിയാണെന്നാലോ? എന്നെപ്പോലുള്ള ജ്ഞാനികളോട് ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുകയാണോ എന്ന് തോന്നിക്കൂടെ? തോന്നാം. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുകയാണ്, നീ ജ്ഞാനിയാണെങ്കിൽ എന്ത് വേണം? ലോകസംഗ്രഹാർത്ഥം കർമ്മം ചെയ്യണം. നീ അജ്ഞാനിയാണെങ്കിൽ ആത്മശുദ്ധിയർത്ഥം കർമ്മം ചെയ്യണം. അന്ധകരണത്തിൻ്റെ ശുദ്ധിക്കായിക്കൊണ്ട് നീ കർമ്മം ചെയ്യണം, നീ അജ്ഞാനിയാണെങ്കിൽ. അല്ല, നീ ജ്ഞാനിയാണോ? ആണെങ്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യണം. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി എന്ന് 3-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോകസംഗ്രഹത്തിനായിക്കൊണ്ടും നീ നല്ലപോലെ ജ്ഞാനിയായ നീ കർമ്മം ചെയ്യണ്ടോ? കർത്തുമർഹസി അവിടെ പറഞ്ഞത്, അർഹത്തി അല്ല. അർഹസി എന്ന് പറഞ്ഞാൽ നീ ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു, നീ അർഹിക്കുന്നു എന്നാണ്.
നീ വലിയ ജ്ഞാനിയാണല്ലേ, എന്നാലും നീ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യണം. അവിടെ ലോകസംഗ്രഹം എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരൻ കൊടുക്കുന്ന അർത്ഥം ലോകസ്യ ഉന്മാർഗ പ്രവൃത്തി നിവാരണാർത്ഥം എന്നാണ്. ഉന്മാർഗ പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഉന്മാർഗ പ്രവൃത്തി എന്ന് പറയുന്നത് അർത്ഥം ഉന്മാർഗം, വഴിവിട്ട പോക്ക്. വഴിവിട്ട പോക്ക്, ഉന്മാർഗം. അപ്പോൾ വഴിവിട്ട പോക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടി, ലോകം വഴിവിട്ട പോക്കിനെ അവലംബിക്കുമ്പോൾ അറിവുള്ളവർ വേണം അതിനെ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിൽ അത് ശ്രദ്ധിക്കാതെ പോയാൽ ലോകവ്യവസ്ഥ താറുമാറാകും. പലപ്പോഴും നമുക്ക് ഇന്ന് പറ്റുന്നൊരു കുഴപ്പം അതാണ്. ഇന്ന് പറ്റുന്നൊരു കുഴപ്പം അതാണ്. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ലോകം ഉന്മാർഗത്തിൽ പോകുമ്പോൾ അത് ക്രമീകരിക്കേണ്ടത് ജ്ഞാനിയുടെ കടമയാണെന്ന് നീ അറിഞ്ഞ് പ്രവർത്തിക്കൂ. ലോകസംഗ്രഹാർത്ഥം പൂർവൈഹി ജനകാദിഭിഹി പൂർവതരം കൃതം. പൂർവികന്മാരായ ജനകൻ തുടങ്ങിയവരാൽ ചെയ്യപ്പെട്ടിട്ടില്ലേ, അതുപോലെ നിനക്ക് ചെയ്തൂടെ? അധുനാതനം കൃതം, പുതിയ പരിപാടിയൊന്നും അല്ലത്. ഇതിപ്പോൾ ഇന്ന് ആരെങ്കിലും തുടങ്ങിയ പരിപാടിയാണെങ്കിൽ നീ അത് അനുവർത്തിക്കണം എന്ന് ഞാൻ പറയില്ല. ഇത് പണ്ടേ ഉള്ളൊരു സമ്പ്രദായമാണ്. അനാത്മജ്ഞൻ ചിത്തശുദ്ധിയർത്ഥം, ആത്മജ്ഞൻ ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കണം എന്നുള്ളത് പണ്ടേ ഉള്ളതാണ്. അത് നീയും അനുവർത്തിക്കൂ. അങ്ങനെയാണ് മഹാപുരുഷന്മാരെല്ലാവരും അനുവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ മഹാപുരുഷന്മാർ അറിവുള്ളവർ ചെയ്തത് കൊണ്ടാണ് ധർമ്മവ്യവസ്ഥ നിലനിന്നത്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നും പറഞ്ഞ് ഓരോരുത്തരും പോയാൽ ശരിയാവില്ല. ഈ പ്രതികരണം ഒരു സമൂഹത്തിൽ വേണം, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലാവരുത്. തത്ര കർമ്മചേത് കർത്തവ്യം ത്വദ്വചനാത് ഏവ കരോമി അഹം കിം വിശേഷിതേന പൂർവൈഹി പൂർവതരം കൃതം ഇതി ഉച്യതേ യസ്മാത് മഹദ് വൈഷമ്യം കർമ്മണി. കഥം തത്ര കർമ്മചേത് കർത്തവ്യം ത്വദ്വചനാദേവ കരോമി അഹം കിം വിശേഷിതേന പൂർവൈഹി പൂർവതരം കൃതം ഇതി ഉച്യതേ യസ്മാത് മഹദ് വൈഷമ്യം കർമ്മണി. കഥം അങ്ങനെ ഇപ്പം ഞാൻ പണിയെടുക്കണം വെച്ചാൽ ഭഗവാനെ നീ പറഞ്ഞാൽ മതി, ചെയ്തോളൂ അർജുന എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ചെയ്യും. മനസ്സിലായില്ല? അല്ലേ ഭഗവാനെ ഞാൻ ജോലി ചെയ്യണം എന്നാണെങ്കിൽ ഭഗവാൻ പറഞ്ഞാൽ മതി, ചെയ്യണോ എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ ഞാൻ ചെയ്യും. ഭഗവാൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. അതാണ് കർമ്മചേത് കർത്തവ്യം ത്വത് വചനാദേവാഹം കരോമി. ഇപ്പം കരോമി എന്നുള്ളത് അവിടെ സമീപ ഭാവിയെ കാണിക്കുന്നതാണ്. വർത്തമാനക്രിയയാണെങ്കിലും വർത്തമാനം സമീപഭൂതത്തെയും സമീപഭാവിയെയും കാണിക്കാൻ വർത്തമാനം ഉപയോഗിക്കാം. അപ്പോൾ ത്വത് വചനാദേവാഹം കരിഷ്യേ, നിന്റെ വാക്കുകൊണ്ട് തന്നെ ഞാൻ ചെയ്യും, സംശയമൊന്നുമില്ല. പിന്നെ എന്തിനാ ഈ വളച്ചു കെട്ടിയൊക്കെ പറയണത്? പൂർവൈഹി പൂർവതരം കൃതം, പണ്ടുള്ളവരാൽ ചെയ്യപ്പെട്ടതാണ്, അതുകൊണ്ട് നീയും ചെയ്യൂ എന്നൊക്കെ എന്തിനാ എന്നോട് പറയണത്? എടോ ഞാൻ പറയണോ നീ ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ അനുസരിക്കില്ലേ? ഇല്ലേ? എന്താ അഭിപ്രായം? ഷാധിമാം ത്വാ പ്രപന്നം എന്ന് പറഞ്ഞ ആളല്ലേ, നിന്നിൽ പരിപൂർണമായി സമർപ്പിച്ചിരിക്കുന്നു ഞാൻ, അങ്ങനെ എന്നോട് ഉപദേശിച്ചാലൊന്നല്ലേ അർജുനൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഇത് പറഞ്ഞാൽ പോരെ, നീ പണിയെടുത്തോളൂ എന്ന് പറഞ്ഞാൽ പോരെ, എന്നാൽ ഞാൻ ചെയ്യില്ലേ? അതിന് പകരം അങ്ങനെയൊന്നും പറയാതെ പൂർവൈഹി പൂർവതരം കൃതം ഇതി, പണ്ടുള്ളവരാൽ ചെയ്യപ്പെട്ടതാണ്, അതുപോലെ നീയും ചെയ്യൂ എന്നൊക്കെ എന്തിനാ പറയണത്? അതിന് കാരണമുണ്ട്. യസ്മാത് മഹദ് വൈഷമ്യം കർമ്മണി, കർമ്മത്തിൽ വലിയ വിഷമതയാണ്. കാരണം എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, എന്താണ് വികർമ്മം, ഇതൊക്കെ തിരിച്ചറിയാൻ എളുപ്പം അല്ല. ഇപ്പം ഞാനായിട്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പം നീ അനുസരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ ചിന്ത വരും, അത് വേണ്ടിയിരുന്നോ, ആ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ചെയ്തിട്ട് ഉപദ്രവമായല്ലോ,
ഇല്ലേ? തോന്നിക്കൂടാന്നില്ല. അപ്പം പൂർവികന്മാരായി തുടർന്ന് പോകുന്ന സമ്പ്രദായത്തെ ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ സംശയം ഉണ്ടാവില്ല. മഹത് വൈഷമ്യം കർമ്മണി, കർമ്മത്തിൽ വളരെ വിഷമത ഉണ്ട്. കർമ്മം മനസ്സിലാക്കി എളുപ്പമല്ല. ഗഹനാ കർമ്മണോ ഗതി, അല്ലേ? കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനാണ്. അതുകൊണ്ടാണ് അർജുന ഞാൻ ഈ സമ്പ്രദായമൊക്കെ പറയണത്. എന്താ? കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. കിം കർമ്മ കിം അകർമ്മ ഇതി കവയഃ അപി അത്ര മോഹിതാഃ തത് കർമ്മ തേ പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ അശുഭാത് മോക്ഷ്യസേ. കിം കർമ്മ കിം അകർമ്മ ഇത്യത്ര, എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നുള്ളതിൽ, കർമ്മം എന്താണ് അകർമ്മം എന്താണ് എന്നുള്ള വിഷയത്തിൽ കവികൾ പോലും ക്രാന്തദർശികൾ പോലും സൂക്ഷ്മബുദ്ധികൾ പോലും മോഹിച്ചിരിക്കുകയാണ്. നിർണയം ലഭിക്കുന്നില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ പുറമെ നോക്കുമ്പോൾ ആ കർമ്മമാവും, പക്ഷേ വർദ്ധിച്ച കർമ്മകലാപം ഉള്ളിൽ നടക്കുകയായിരിക്കും. ചിലപ്പോൾ എണ്ണമറ്റ കർമ്മങ്ങളുടെ മധ്യത്തിലായിരിക്കാം ഒരാൾ, പക്ഷെ അയാൾ അകർമ്മ സ്വരൂപത്തിലായിരിക്കും. പുറമേ നോക്കി അതൊന്നും പറയാൻ പറ്റില്ല. എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്ന് നിർണയിക്കുക എളുപ്പമല്ല. ഈ വിഷയത്തിൽ കവികൾ ക്രാന്തദർശികൾ വിദ്വാൻമാർ പോലും നിർണയം ലഭിക്കാത്തവരാണ്. വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ എന്താണ് കർമ്മം എന്ന് പറഞ്ഞു തരാം. നീ ചെയ്യാനുള്ളത് എന്താണ്, നിനക്കുള്ള കർമ്മം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നീ മുക്തനാവും. കാരണം അതനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടി തത്വജ്ഞാനാധികാരിയായി നിനക്ക് മുക്തനായി വരാം. അഥവാ ഇത്രയേ ഉള്ളൂ കർമ്മം എന്ന് മനസ്സിലാക്കിയാലും നിനക്ക് മുക്തിയിലേക്ക് ഉയരാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ കർമ്മം അകർമ്മമായിരിക്കാം, പ്രത്യക്ഷത്തിൽ അകർമ്മം എന്ന് തോന്നുന്നത് കർമ്മവുമായിരിക്കാം. ഒന്നും പറയാൻ വയ്യ. എന്തോ ഒരു സംഭാഷണം നടന്നപ്പോൾ ഒരു കക്ഷി ചോദിച്ചു, അല്ല ഈ സ്വാമിജിയൊക്കെയാണെന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനം ചെയ്ത് ശാസ്ത്രപ്രചരണമൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട്, അത് വലിയ ഗുണമല്ലേ? ഈ ഒരു പണിയെടുക്കാണ്ട് എവിടെയെങ്കിലും ഇരിക്കണം അവധൂതന്മാരെ കൊണ്ടൊക്കെ എന്ത് ഗുണമാണ് നാട്ടിനുള്ളത്? എടേ, നാട്ടിന് ഗുണം നീ ചിന്തിക്കേണ്ട. അവരെ കൊണ്ട് നാട്ടിനെന്ത് ദോഷമുള്ളത്? വല്ലതും ഉണ്ടോ? നിന്നെ കൊണ്ട് എന്താ ഗുണം? ഇല്ലേ? അതിരിക്കട്ടെ, ഒന്നും ചെയ്യാതിരിക്കണവരെ കുറിച്ചല്ലേ നീ പറഞ്ഞത്? ഞങ്ങൾക്കൊരു 2 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പോട്ടെ, 5 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഓ, ഞാൻ ഒന്നും ചെയ്യാണ്ട് എത്ര നേരം മനസ്സിലായിരിക്കും? എന്നാ ഒന്ന് ഇരിക്കുക. ഇയാൾ വേഗം ഒരു കട്ടിൻ്റെ മുകളിൽ കയറി അങ്ങോട്ട് ഇരുന്നു. ഒറ്റ ഇരിപ്പ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാണ്ടിരുന്നില്ലേ? ആര് പറഞ്ഞു? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊന്നും ചെയ്യാണ്ടിരിക്കണ സ്വാമി കണ്ടില്ലേ? ഇപ്പോൾ അതാ 9 മിനിറ്റായി, 8 മിനിറ്റായി, 7 മിനിറ്റ് കഴിഞ്ഞു, 6 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാണ്ടിരുന്ന് കാണിച്ചു കൊടുത്തില്ലേ? ഈ വക ചിന്തകൾ നിങ്ങളുള്ളിൽ പോവുകയായിരുന്നില്ലേ? അല്ല, ആര് പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാതെ? നിങ്ങളാണ് ഏറ്റവും ചെയ്തുകൊണ്ടിരുന്നത്.
അല്ല അത് ശരിയാ, അതാണ് ഞാൻ പറഞ്ഞത്. 5 മിനിറ്റ് ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയുന്ന ആൾക്ക് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റും. ഒരു കൂട്ടം ചെയ്യുന്ന ആൾക്കാരല്ല കേമന്മാർ. അതിലതിൻ്റെ കേമത്തുണ്ട്, ഇല്ല എന്ന് പറയണില്ല, അതിനതിൻ്റെ ഗുണമുണ്ട്. 5 മിനിറ്റ് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ കഴിയുന്ന ആൾക്ക് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റും. അവിടെ നിൽക്കുന്ന പറഞ്ഞാൽ സൂര്യൻ അവിടെ നിൽക്കുന്ന, ഇനി സൂര്യൻ അവിടെ നിൽക്കുന്ന പറഞ്ഞാൽ വാച്യാർത്ഥം എടുക്കരുതേ. വാച്യാർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, എളുപ്പമല്ല. അപ്പം പുറമേ കാണുന്നതല്ല ആന്തരികമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പൂർവതരം കൃതം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമ്പ്രദായമൊക്കെ നിനക്ക് പറഞ്ഞു തരുന്നത്. നോക്കൂ, കിം കർമ്മ കിഞ്ച അകർമ്മ ഇതി കവയഃ മേധാവിനഃ അപി അത്ര അസ്മിൻ കർമാദിവിഷയെ മോഹിതാഃ മോഹംഗതാഃ. അതഃ തേ തുഭ്യം അഹം കർമ്മ അകർമ്മ ച പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ വിദിത്വാ കർമാദി മോക്ഷ്യസേ അശുഭാത് സംസാരാത്. കിം കർമ്മ കിഞ്ച അകർമ്മ ഇതി കവയഃ മേധാവിനഃ അപി അത്ര അസ്മിൻ കർമാദിവിഷയെ മോഹിതാഃ മോഹം ഗതാഃ. അതഃ തേ തുഭ്യം അഹം കർമ്മ അകർമ്മ ച പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ വിദിത്വാ കർമാദി മോക്ഷ്യസേ അശുഭാത് സംസാരാത്. അപ്പോൾ എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നുള്ള വിഷയത്തിൽ കവികൾ പോലും, കവി എന്നുള്ളതിനോട് ഭാഷ്യകാരൻ കൊടുത്ത അർത്ഥം മേധാവി എന്നാണ്. കവിന് സാധാരണ നമ്മൾ ക്രാന്തദർശി എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. അതിക്രാന്തദർശി, വരാൻ പോണത് മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരാണ് കവികൾ, സൂക്ഷ്മബുദ്ധികളാണ്. അങ്ങനെയുള്ള മേധാവികളായവർ പോലും എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്ന് നിർണ്ണയിക്കുന്നതിൽ വളരെ വിഷമിക്കുന്നുണ്ട്. അത്ര ഗഹനമാണ്. ഒരാളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് അകർമ്മമാണെന്ന് അർത്ഥമില്ല. അതഃ അതുകൊണ്ട് തേ തുഭ്യം നിനക്കായിക്കൊണ്ട് ഞാൻ കർമ്മത്തെയും അകർമ്മത്തെയും ഒക്കെ പറഞ്ഞു തരാം. എന്തറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർമാദി എന്ന് പറഞ്ഞു. ഈ കർമ്മം തുടങ്ങിയവയെ അറിഞ്ഞാൽ, ഈ ആദി പറഞ്ഞതുകൊണ്ട് കർമ്മവും അകർമ്മവുമേ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും അടുത്ത ശ്ലോകത്തിൽ വികർമ്മവും പറയുന്നുണ്ട്. വികർമ്മം അതുകൂടി ചേർക്കണം. കർമാകർമ്മ വികർമ്മങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ സംസാരത്ത് തന്നെ മുക്തനാവും. 2 രീതിയിലാണ്. ഒന്ന്, ചെയ്യേണ്ടതറിഞ്ഞു ചെയ്താൽ ചിത്തശുദ്ധി ദ്വാര ക്രമേണ മുക്തിമാർഗത്തിലേക്ക് എത്തും. 2, കർമ്മത്തെക്കുറിച്ച് അറിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ പരിപൂർണ വിരക്തനായി കർമ്മത്തിനുപരി എത്തിയാലും മുക്തിയായി. മനസ്സിലായല്ലോ? ഈ 2 രീതിയിലും വ്യാഖ്യാനിക്കാം. നോക്കൂ, നച്ച ഏതത്വയാ മന്തവ്യം കർമ്മനാമ ദേഹാദിചേഷ്ട ലോകപ്രസിദ്ധം അകർമ്മ തദ് അക്രിയ തൂഷ്ണീമാസനം കിം തത്ര ബോധവ്യം ഇതി. നച്ച ഏതത് ത്വയാ മന്തവ്യം കർമ്മ നാമ ദേഹാദിചേഷ്ട ലോകപ്രസിദ്ധം അകർമ്മ തദക്രിയ തൂഷ്ണീമാസനം കിം തത്ര ബോധവ്യം ഇതി കസ്മാത് ഉച്യതേ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം, എന്ത്
ഓ ഭഗവാനിപ്പോൾ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയെന്തോ കേവം പറയാന്നാ അപ്പം വിചാരം. ഇതിപ്പോൾ ഏത് കുട്ടിയേക്കും അറിയണതല്ലേ. എന്തെങ്കിലുമൊക്കെ പണിയെടുത്താൽ അത് കർമ്മം, ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ അകർമ്മം. ഇതെല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയണൊരു വിഷയമാണോ ഇപ്പോൾ വലിയ പരികര ബന്ധമൊക്കെ ചെയ്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാമെന്ന് പറയണത്? കച്ചയൊക്കെ കെട്ടി എന്തോ വലിയ എന്തോന്നും ചെയ്യാന്നുള്ള മട്ടിൽ ഇത്രയും നിസ്സാരമായിട്ടുള്ളതാണോ പറഞ്ഞു തരാൻ പോണത് എന്ന് നീ ചിന്തിക്കരുത് എന്നാണ്. അങ്ങനെ തോന്നാൻ നമുക്കില്ലേ? ഇതേത് കുട്ടിക്ക് അറിയണതല്ലേ കർമ്മം അകർമ്മം. എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടം ചെയ്ത് കൂട്ടിയാൽ കർമ്മം, ഒന്നും ചെയ്യണില്ല വെച്ചാൽ അകർമ്മം. ഇതെല്ലാവർക്കും അറിയണമല്ലേ. അതാണ് പറയണത്, നചേത ത്വയാ മന്തവ്യം. നീ ഇത് വിചാരിക്കരുത് കേട്ടോ, നീ ഇത് ചിന്തിക്കുകയും ചെയ്യരുത്, നീ മനസ്സിലാക്കരുത്. എന്ത്? കർമ്മനാമ ദേഹാദി ചേഷ്ട. ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് പ്രാണനെ കൊണ്ടൊക്കെ വല്ലതൊക്കെ ചെയ്താൽ അത് കർമ്മം. ലോകപ്രസിദ്ധാണതേ, ഇത് കുട്ടികൾക്കും അറിയാം, ലോകപ്രസിദ്ധമാണ്. അകർമ്മത്തത് അക്രിയ. ഒന്നും ചെയ്യാണ്ടിരുന്നാൽ അകർമ്മമാണ്. വെറുതെ ഇരുന്ന് അകർമ്മം, ചെയ്താൽ കർമ്മം. ഇതെല്ലാവർക്കും അറിയണതല്ലേ. ഇതിപ്പോൾ കിന്തത്ര ബോധം, ഇവിടെ ഇപ്പം എന്താ പറയാനുള്ളത് എന്ന് നീ ചിന്തിക്കരുത്. കസ്മാത് എന്തുകൊണ്ട് പറഞ്ഞുതരാം, വളരെ പ്രധാനമാണ്. അതെന്താണത്? കർമ്മണോ ഹി അപി ബോദ്ധവ്യം, ബോദ്ധവ്യം ച വികർമ്മണഃ, അകർമ്മണശ്ച ബോദ്ധവ്യം, ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം, ബോദ്ധവ്യം ച വികർമ്മണഃ, അകർമ്മണശ്ച ബോദ്ധവ്യം, ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മണഃ എന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ. അവിടെ നമ്മൾ തത്വം അല്ലെങ്കിൽ രഹസ്യം അല്ലെങ്കിൽ വസ്തുത്വം എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കണം, എന്നാലേ അർത്ഥം കിട്ടുള്ളൂ. കർമ്മത്തിൻ്റേത് അറിയണം. ബോദ്ധവ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടതാകുന്നു. അപ്പോൾ എന്താണ് കർമ്മം എന്നുള്ളത് അറിയേണ്ടതാകുന്നു, കർമ്മത്തെക്കുറിച്ച് അറിയേണ്ടതാകുന്നു. അപ്പോൾ അവിടെ കർമ്മത്തിൻ്റെ തത്വം എന്നോ രഹസ്യം എന്നോ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുക. അപ്പോൾ കർമ്മത്തിൻ്റെ എന്താണ് കർമ്മം എന്നുള്ളത് അറിയണം. പിന്നെന്തറിയണം? എന്താണ് വികർമ്മം എന്നറിയണം. വികർമ്മത്തിൻ്റെ തത്വം അറിയണം. പിന്നെ അകർമ്മം അറിയണം, അകർമ്മത്തിൻ്റെ തത്വം അറിയണം. ഇതെന്തിനപ്പോൾ അതൊക്കെ? കാരണം ഗഹനാ കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്. ഇതെന്തിനാ അറിയണത്? നേരത്തെ പറഞ്ഞു, ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. കർമ്മജനിതമായ സിദ്ധി ഈ മനുഷ്യലോകത്തിൽ പെട്ടെന്ന് സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം എന്താ കർമ്മം എന്നറിയണ്ടേ? അറിയണം, നല്ല ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് കർമ്മം, എന്താണ് വികർമ്മം, എന്താണ് അകർമ്മം എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. അത് സൂക്ഷ്മ പരിശോധനയിലൂടെ അറിയണം. ഗഹനാ കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്, വളരെ ഗഹനമാണ്. പുറമെ കാണുന്ന ഒന്നുമല്ല. അപ്പം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരും എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, എന്താണ് വികർമ്മം. ഭഗവാൻ പറഞ്ഞു തരുന്നില്ല, ഭഗവാൻ അറിയേണ്ടതാണെന്നാണ് പറഞ്ഞു തരുന്നത്. ആരിൽ നിന്ന് അറിയേണ്ടതാണ്? അറിഞ്ഞവരിൽ നിന്ന് അറിയേണ്ടതാണ്. അപ്പം ഭാഷ്യകാരൻ്റെ കർത്തവ്യമാണ് അവിടെ പറഞ്ഞു തരിക. അറിഞ്ഞവരിൽ നിന്ന് അറിയേണ്ടതാണെന്ന് മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ. എന്താണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു ഇല്ലേ? 16-ാം ശ്ലോകത്തിൽ പറഞ്ഞു തത്തേ കർമ്മ പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? ഇല്ല. അറിയേണ്ടതാണെന്നാ പറഞ്ഞു. അറിയേണ്ടതാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു തരികയാണ്. നോക്കൂ, കർമ്മണഃ ശാസ്ത്രവിഹിതസ്യ ഹി യസ്മാത് അപി അസ്തി ബോദ്ധവ്യം, ബോദ്ധവ്യം ച അസ്തി ഏവ വികർമ്മണഃ പ്രതിഷിദ്ധസ്യ തഥാ അകർമ്മണഃ ച
തൂഷ്ണീം ഭാവസ്യ ബോദ്ധവ്യം അസ്തി ഇതി ത്രിഷു അപി അധ്യാഹാരഃ കർത്തവ്യഃ. യസ്മാത് ഗഹന വിഷമ ദുർജ്ഞാന കർമ്മണഃ ഇതി ഉപലക്ഷണാർത്ഥം കർമാദീനാം കർമാകർമ്മ വികർമാണാം ഗതിഃ യാഥാത്മ്യം തത്വം ഇത്യർത്ഥഃ. കർമ്മണഃ ശാസ്ത്രവിഹിതസ്യ ഹി യസ്മാത് അപി അസ്തി ബോദ്ധവ്യം ബോദ്ധവ്യം ച അസ്തി ഏവ വികർമ്മണഃ പ്രതിഷിദ്ധസ്യ തഥാ അകർമ്മണഃ ച തൂഷ്ണീം ഭാവസ്യ ബോദ്ധവ്യം അസ്തി ഇതി ത്രിഷു അപി അധ്യാഹാരഃ കർത്തവ്യഃ. യസ്മാത് ഗഹന വിഷമ ദുർജ്ഞാന കർമ്മണഃ ഇതി ഉപലക്ഷണാർത്ഥം കർമാദീനാം കർമാകർമ്മ വികർമണാം ഗതിഃ യാഥാത്മ്യം തത്വം ഇത്യർത്ഥഃ. കർമ്മം അകർമ്മം വികർമ്മം വളരെ ഗഹനമാണ്, വളരെ ഗഹനം. കർമ്മം എന്നുള്ളതിന് അർത്ഥം പറഞ്ഞു, ശാസ്ത്രവിഹിതമാണ് കർമ്മം. അപ്പം ശാസ്ത്രം എന്താണോ നമ്മളോട് ചെയ്യണം എന്ന് അനുശാസിച്ചിട്ടുള്ളത് അതാണ് കർമ്മം. പക്ഷെ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് കർമ്മം. അത് എളുപ്പമാണ്, മനസ്സിലാക്കി എളുപ്പമാണോ? ഈ ശാസ്ത്രം നോക്കിയാൽ പോരെ, അവിടെ പ്രശ്നമുണ്ട്. നൈകോ ഋഷിറിയസ്യ വച പ്രമാണം, ഒരു ഋഷി മാത്രം പറയണത് പ്രമാണമല്ല. ഒരാൾ ഹോമം ചെയ്യാന്ന് വിചാരിച്ചു, അപ്പോൾ എപ്പോഴാണ് ഹോമിക്കേണ്ടതെന്ന് സംശയം വന്നു. അപ്പോൾ ചില ഋഷിമാർ പറയും ഉദിതേ ജുഹോതി, ഉദിച്ചു കഴിഞ്ഞിട്ടാണ് ഹോമിക്കേണ്ടത്. അപ്പോൾ വേറെ ചിലർ പറയും അനുദിതേ ജുഹോതി, ഉദിക്കുന്നതിന് മുമ്പ് ഹോമിക്കണം. ഏതാ ശരി? അപ്പം അത് ദേശകാല വസ്തുസ്ഥിതിക്ക് അനുസരിച്ച് മനസ്സിലാക്കണം. അത് ഗുരുപദേശം വഴിക്കേ മനസ്സിലാക്കാനാവുള്ളൂ, എല്ലായിടത്തും പറ്റില്ല. വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സന്ധ്യാവന്തൻ എപ്പോഴാണ് ചെയ്യേണ്ടത് പറയൂ? എന്ത് വിഡ്ഢിതാ സ്വാമി ചോദിക്കണത്? സന്ധ്യാവന്തനം സന്ധ്യക്കല്ലേ? ആണല്ല, സംശയമില്ലല്ലോ. അങ്ങനെയല്ല, നോക്കൂ, സന്ധ്യാവന്തനം എപ്പോഴാണ് ചെയ്യേണ്ടത്? എന്ത് വിഡ്ഢിതാ സ്വാമി ചോദിക്കണത്? സന്ധ്യാവന്തനം സന്ധ്യക്കല്ലേ? ആണ്, ശരിയാണല്ലോ, ഒരു സംശയമില്ല. എന്നാ സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ യൂറോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയിൽ പല ഭാഗങ്ങളിലും രാത്രി ഒരു 11 മണിയായിട്ട് സൂര്യൻ അസ്തമിക്കുന്നു. ഒരു 10 മണി കഴിഞ്ഞിട്ട് രാവിലെ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് ഉദിക്കുകയും ചെയ്യും. ചില മാസങ്ങളിൽ, ചില മാസങ്ങളിൽ നേരെ തിരിച്ചാ, വൈകുന്നേരം ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് അസ്തമിക്കും, രാവിലെ ഒരു 10 മണിയായിട്ടേ ഉദിക്കുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം അവിടെ പോയിട്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയം അതിൻ്റെ 1 നാഴിക മുമ്പ് മുതൽ 1 നാഴിക പിമ്പ് വരെയാണ് സന്ധ്യാവേള. ആ സമയത്താണ് സന്ധ്യാവന്തനം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവന് കിടന്നുറങ്ങാൻ സമയമുണ്ടോ? ആകെ 3 മണിക്കൂറേ ഉണ്ടാവുള്ളൂ, 2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് അതും ഉണ്ടാവില്ല. ഇത് സമയത്തിനനുസരിച്ച് മാറി വരും. ചിലപ്പോൾ രാത്രി കൂടുതലാവും, ചിലപ്പോൾ പകൽ കൂടുതലാവും. അപ്പം എന്തു ചെയ്യും? എന്താ പറയുക? അപ്പം ഇങ്ങനെയുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ദേശകാല വസ്തു പരിസ്ഥിതിക്ക് അനുസരിച്ച് മനസ്സിലാക്കണം. എല്ലായിടത്തും പോയിട്ട് ഒരു നിയമം പറഞ്ഞേക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ദേശകാലങ്ങൾ കാലസ്ഥിതി അല്ലാതെ ദേശങ്ങളിൽ പുലർന്നു പോരുന്ന ചിലതുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ ഒരു തിരിയിട്ട് നിലവിളക്ക് കത്തിച്ചാൽ പറയും, എന്താ അത് പ്രേതകർമ്മം വല്ലതും ഉണ്ടോ സ്വാമി ഇവിടെ? പിന്നെന്താ വേണ്ടത്? അതൊരു 2 തിരിയിട്ടൂടെ, ഒരു 3 തിരിയിട്ടൂടെ, 5 തിരിയിട്ടൂടെ, 7 തിരിയിട്ടൂടെ എന്നൊക്കെ ചോദിക്കും. എന്നാൽ നമ്മൾ ഉത്തരഭാരതത്തിൽ പോയി കഴിഞ്ഞാലോ
ഒരു തിരിയാണ് വീഴുന്നത്. എന്നിട്ട് അവിടെ വല്ല കുഴപ്പമുണ്ടോ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരെന്താ ഹിന്ദുക്കളല്ലേ? അപ്പോൾ ദേശം, കാലം, വസ്തു തുടങ്ങി വ്യത്യാസങ്ങൾ നിരവധിയുണ്ട്. അതിനനുസരിച്ച് കർമാകർമ്മങ്ങളെ വേർതിരിക്കാൻ പഠിക്കണം. ഇതൊന്നും ഒരു ഗ്രന്ഥത്തിലും കിട്ടില്ല. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണ്ടി വരും. വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ശാസ്ത്രവിഹിതം എന്ന് പറഞ്ഞാൽ നൈകോ ഋഷിരസ്യ ഭജപ്രമാണം എന്നും ഓർമ്മിക്കുക. ശ്രുതയോ വിഭിന്ന, ശ്രുതികൾ വിഭിന്നങ്ങളാണ്. എന്നാൽ തർക്കിച്ച് ഉത്തരം നേടാന്ന് പറഞ്ഞാലോ തർക്കോപ്രതിഷ്ഠ, തർക്കത്തിന് പ്രതിഷ്ഠയില്ല. ഒരാൾക്ക് ഒരു തർക്കം കൊണ്ടുവരാമെങ്കിൽ വേറൊരാൾക്ക് വേറൊരു തർക്കം കൊണ്ടുവരാം. തർക്കിച്ചിട്ട് ജയിക്കുക, പൊരുതു ജയിപ്പത് അസാധ്യം. പൊരുതു ജയിക്കുക എന്നുള്ളത് അസാധ്യമാണ്. വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അതറിയണം. അതുപോലെ ബോദ്ധവ്യം ച അസ്തി വികർമ്മണ പ്രതിഷിദ്ധം. പ്രതിഷിദ്ധ കർമ്മം എന്താണെന്നുള്ളത് അറിയണം. എന്താണ് പ്രതിഷിദ്ധം, എന്താണ് വിഹിതം, ഇതറിയണം. കർമാകർമ്മം. ഒരാൾ വേറെ കത്തി എടുത്ത് കുത്തി, ശരിയോ തെറ്റോ? എന്താ അഭിപ്രായം? അത് തെറ്റ് തന്നെയാണ് സ്വാമി. ഒരാളെ കത്തിയെടുത്ത് കുത്തിയത് തെറ്റ് തന്നെയാണ്. കുത്തിയത് ഡോക്ടറാണ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്തത്. ഓ നന്നായിട്ടോ, രോഗമൊക്കെ ഭേദമായില്ലേ, മാറിയില്ലേ എന്ന് ചോദിക്കും. ചിന്തിക്കുക, വലിയ പ്രശ്നമാണ്. അതുപോലെ വികർമ്മണ പ്രതിഷിദ്ധസ്യ, ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ടതാണ് വികർമ്മം. അപ്പം ചെയ്യേണ്ടത് കർമ്മം, ചെയ്യരുതെന്ന് വിലക്കപ്പെട്ടത് വികർമ്മം, ചെയ്യായിക എന്നുള്ളത് അകർമ്മം. ചെയ്യായിക അകർമ്മം, ഇതിൻ്റെയൊക്കെ തത്വം അറിയേണ്ടതാണ്. അകർമ്മണ തൂഷ്ണീം ഭാവസ്, ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുക എന്നുള്ളത് അകർമ്മം. ഇതിൻ്റെ എല്ലാം തത്വം അറിയേണ്ടതാണ്. മൂന്നിടത്തും അസ്തി ഇതി ത്രിഷു അപി അധ്യാഹാര കർത്തവ്യ, അറിയേണ്ടതാണെന്ന് കൂട്ടിച്ചേർക്കണം. യസ്മാത് ഗഹന വിഷമാ ദുർജ്ഞാന കർമ്മണ ഗതി, കർമ്മത്തിൻ്റെ ഗതി വളരെ ദുർജ്ഞാന, മനസ്സിലാക്കാൻ വളരെ ദുഃഖകരമാണ്, എളുപ്പമല്ല, വളരെ പ്രയാസമാണ്. കർമാദീനാം കർമാകർമ്മ വികർമ്മണം, കർമ്മം അകർമ്മം വികർമ്മം. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ വികർമ്മം എന്ന് തോന്നുന്നത് ചിലപ്പോൾ കർമ്മവും ഇല്ലേ? സാമന്ധാനം ഭേദം ഒക്കെ കഴിഞ്ഞു, ഒരു രക്ഷയില്ല. ഒരു വലിയ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം കർത്തവ്യമായിരിക്കും. ഭാരതം എപ്പോഴും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ഭാരതം ലോകം അറിഞ്ഞുകൊണ്ട് തന്നെ വലിയ 3 യുദ്ധക്കപ്പൽ പറഞ്ഞയച്ചു ഇപ്പോൾ ചെങ്കടലിലേക്ക്. ഇനിയിപ്പോൾ എത്ര എണ്ണം തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് അറിയില്ല. മുങ്ങിക്കപ്പൽ എത്ര ഭാരതത്തിൻ്റെ പോയിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. ഭാരതത്തിനറിയും, ഭരണാധികാരികൾക്ക് അറിയുന്നല്ലാണ്ട് ലോകത്തിനറിയില്ല. ലോകത്തിന് ഇത്ര അറിയാം, എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഭാരതത്തിൻ്റെ നേവി ചെങ്കടലിൽ സജ്ജമാണ്. ഒരു വിവരമില്ലാത്തവന്മാർ ചോദിക്കുക, ഇതിൽ തലയിടേണ്ട ആവശ്യം ഭാരതത്തിനുണ്ടോ? അവിടെ പോയി തലയിടേണ്ട ആവശ്യം ഭാരതത്തിനുണ്ടോ എന്നാണ് ഒരു വിവരമില്ലാത്തവർ ചോദിക്കുന്നത്. വിവരമുള്ളവർ ആലോചിച്ചിട്ടല്ലേ ഇപ്പോൾ അതൊക്കെ ചെയ്യണ്ടാവുക, ഇല്ലേ? ഇത് നമുക്ക് വീഡിയോ കോലായിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ചെങ്കടൽ വഴിക്കുള്ള, സൂയസ് കനാൽ വഴിക്കുള്ള കപ്പൽ ഗതാഗതം തടയപ്പെട്ടാൽ നമ്മുടെ കയറ്റുമതി, നമ്മുടെ ഇറക്കുമതി രണ്ടും അവിടെ നിൽക്കും. നമ്മുടെ കയറ്റുമതി ഇറക്കുമതി നിന്ന് കഴിഞ്ഞാൽ എന്താവും? ഇപ്പോൾ 100 രൂപ കൊടുക്കുന്ന എണ്ണയ്ക്ക് പെട്രോളിന് ചിലപ്പോൾ 1000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആരെയാ കുറ്റം പറയുക? അപ്പോഴും മൈക്ക് കെട്ടി ഇവിടെ പ്രസംഗിക്കും, കണ്ടോ എണ്ണയുടെ വില കൂടിയിരിക്കുന്നു,
അവിടെ കപ്പലിനെ കൊണ്ട് നിർത്തിയാലോ? അപ്പോഴും പറയും അവിടെ കപ്പലിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. അമേരിക്കയെന്നോ യൂറോപ്പെന്നോ പിന്നെ ആഫ്രിക്കൻ തീരം വഴി വളഞ്ഞ് സാധനം അവിടെ എത്തുമ്പോഴത്തേക്ക് വില എത്രയാവും? 2 ആഴ്ച കൊണ്ട് വരുന്നത് 2 മാസം കൊണ്ടേ പിന്നെ എത്തുള്ളൂ. അതിനേക്കാൾ പ്രശ്നമുണ്ട്. അത്ര വിലക്കയറ്റം വരും. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങിയതിൻ്റെ കൊണ്ടാണ് ഇപ്പോൾ ഭാരതത്തിൽ എണ്ണ വില പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അവിടെ നിൽക്കും. ചിന്തിക്കുക. അപ്പം നമ്മളെ സുരക്ഷ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിവുള്ളവരാണെന്ന് ലോകത്തിനെ കാണിക്കേണ്ട ബാധ്യത ഇപ്പോൾ ഭാരതത്തിനുണ്ട്. ഭാരതം ദുർബലമൊന്നുമല്ല. ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി വന്നാൽ യുദ്ധം വേണ്ടി വരും. ഇല്ലേ? ഇല്ല. അപ്പം യുദ്ധം ചെയ്യുന്നത്, അയ്യോ 20,000 കുട്ടികൾ മരിച്ചേ, 20,000 അമ്മമാർ മരിച്ചേ, ഗർഭിണികൾ. ഗർഭിണീനെ പറ്റി കുറച്ച് മുമ്പ് എന്താ നീ പറയാഞ്ഞേ? ചില വിഭാഗം മരിക്കുമ്പോൾ മാത്രം നിനക്ക് ദുഃഖം, ചില വിഭാഗം മരിക്കുമ്പോൾ ദുഃഖം ഇല്ലാത്തതെന്താ? എന്താണ് ഈ മീഡിയ ആക്കി കൊണ്ടുവരുന്നത്? ആര് മരിച്ചാലും സങ്കടകരം തന്നെയാണ്. ആര് മരിച്ചാലും സങ്കടകരമാണ്. പക്ഷെ ചിലതിന് മാത്രം മിണ്ടുക, ചിലതിന് മിണ്ടാട്ടം ഇല്ല. കർമ്മം, അകർമ്മം, വികർമ്മം ഒക്കെ വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ വർത്തമാനകാലത്തിൽ നേരിടുന്ന വിഷയമാണിത്. ചിന്തിക്കുക. അതുകൊണ്ട് കർമാകർമ്മ വികർമ്മങ്ങളുടെ ഗതി വളരെ ഗഹനമാണ്. വ്യക്തമാണല്ലോ, ഇല്ലേ? ശരി, ഗഹനതയിൽ അവിടെ നിൽക്കട്ടെ. ഗഹനതയിൽ അവിടെ നിൽക്കട്ടെ. യാഥാത്മ്യം, തത്വം ഗഹന, വളരെ ഗഹനമാണ്. മനസ്സിലാക്കാൻ ഒട്ടും എളുപ്പമല്ല. അതുകൊണ്ട് ഭഗവാന്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. ഇത് മനസ്സിലാക്കാൻ. ഇപ്പോൾ ചിലർ ചോദിക്കണത്, സ്വാമി ഇത് എപ്പോഴാണ് തീർക്കുക? തീർക്കാൻ ആരോടും കരാറെടുത്തുണ്ടോ? അങ്ങനെ വല്ല കരാർ ഒപ്പിടുണ്ടോ നമ്മൾ? അതൊന്നുമില്ല, അങ്ങനെയില്ല. നോട്ടീസിൽ അടിച്ചിട്ടുണ്ടല്ലോ സ്വാമി, ശ്ലോകസംഖ്യ അടിച്ചിട്ടുണ്ടല്ലോ? ഇല്ല, ഇല്ല. നോട്ടീസ് ശ്ലോകസംഖ്യ അടിച്ചിട്ടുണ്ടല്ലോ സ്വാമി, കാണിച്ചു. നോട്ടീസ് കാണിച്ചു. നോട്ടീസ് ശങ്കരഭാഷ്യത്തിന് മാത്രമേ ഉള്ളൂ. അനന്തരമുള്ള പ്രഭാഷണങ്ങൾക്കാണ് ശ്ലോകസംഖ്യ അടിച്ചിട്ടുള്ളത്. അല്ലേ? ഗഹന കർമ്മണോഗതി. ഗഹന കർമ്മണോഗതി. ശരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാധാരണ